ഹായ്, വെൽക്കം ടു മൈ ചാനൽ കലവറ. രാവിലെ തന്നെ ഇപ്പോൾ എന്താ തൊടിൻ്റെ ഒക്കെ ഫോട്ടോ കാണിക്കണമെന്ന് വിചാരിക്കണ്ട കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഇത് ഉണ്ടാക്കാൻ ഒരു സാധനം തപ്പി ഇറങ്ങിയതാണ്. കുറേ ദിവസമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഇലയുടെ വേണം, പക്ഷേ മഴ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇല നോക്കി ഇറങ്ങിയതാണ് കേട്ടോ. ഇനി എന്തായാലും സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വൈകിയാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ തപ്പിതാ അതിൻ്റെ അടുത്തെത്തി. ഇത് നമ്മൾ പൊടുവണ്ണി മരത്തിൻ്റെ ഇലയിലാണ് ഇത് ഉണ്ടാക്കൽ കേട്ടോ. മരം എന്ന് പറഞ്ഞ് ചെടി എന്താ കാണിക്കണമെന്നൊന്നും വിചാരിക്കണ്ട. അതിൻ്റെ തൈകൾ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അത് നമ്മൾ കാട് വെട്ടുമ്പോൾ വീണ്ടും ഇങ്ങനെ മുളക്കുമ്പോൾ താഴെ തന്നെ നമുക്ക് കൈയെത്തുന്ന ഉയരത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ രാത്രി നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഇലയൊക്കെ നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ട്. വല്ലാതെ ഒന്നും നമുക്ക് കഴുകിയെടുക്കാൻ ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഉണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ ഇലയൊക്കെ ഇങ്ങനെ നല്ല പാകത്തിന് തന്നെ ഇല ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ചെടുത്ത് കിട്ടണത് ഞാനിങ്ങനെ തൊടിയിൽ തന്നെ ഇഷ്ടം പോലെ പാറകളുണ്ട് കേട്ടോ. അപ്പോൾ കിട്ടുന്നത് ഇങ്ങനെ ഞാൻ ആ പാറൻ്റെ പുറത്തിങ്ങനെ വെച്ചിട്ട് വീണ്ടും പറിക്കാൻ പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം എത്ര വേണ്ടെന്നുള്ളതിൻ്റെ രൂപം വെച്ച് ഞാൻ പറിച്ചെടുത്തു. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വരാം. അപ്പോൾ അങ്ങനെ അതൊക്കെ പറിച്ചെടുത്ത് വീട്ടിൽ തന്നെ പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇലയൊക്കെ കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ നമുക്കിനി ആദ്യം പൊടി വേവിക്കാനുള്ള വെള്ളം വെക്കുക കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയണില്ല. ഇന്നലെ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്തില്ലേ, അതിൽ പറയുന്ന പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അത് കാണാത്തവർ ഇന്നലത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നമ്മളതിൽ പറഞ്ഞ അത്രയ്ക്ക് അങ്ങോട്ട് വേവണ്ട കേട്ടോ. ഇതിന് പത്തിരി വേവിച്ചിരുന്ന പോലെ ഇത് വേവണ്ട. അപ്പോൾ അതവിടെ കിടന്ന് വെള്ളം തിളക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഈ ശർക്കര കുത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് വേഗമാവാൻ വേണ്ടിയിട്ട് ഒരു കട്ടിലെ കവറിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമ്മൾ അമ്മിയിലിട്ട് കുത്തിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ ഒറ്റയടിക്ക് കഴിയും. അപ്പോൾ ഞാൻ നല്ല കവറൊക്കെ മടക്കി നല്ല സെറ്റാക്കി പുറത്തേക്ക് പോകരുതല്ലോ. കുത്തുമ്പോൾ കവർ പൊട്ടി പുറത്ത് പോകില്ലേ. അപ്പോൾ എന്നിട്ട് അമ്മിക്കുട്ടി കൊണ്ട് ഒരു 4 ഇടി ഇടിച്ചപ്പോൾ തന്നെ അത് സെറ്റായി കിട്ടി. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊടി കേട്ടോ. പിന്നെ ചിലർ ഇത് പൊടിക്കാതെ നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കും. എന്നിട്ട് അത് ഉരുക്കിയിട്ട് തേങ്ങ അതിലേക്ക് തന്നെ ഇട്ട് വിളയിച്ചെടുക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെയ്യാം അങ്ങനെയും, പക്ഷെ അതൊരു ടേസ്റ്റ് കുറയും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ്. നല്ല ഫൈനായിട്ട് തന്നെ ശർക്കര കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മൾ ശർക്കര ഇടിച്ച് വന്നപ്പോഴത്തേന് നമ്മൾ വെള്ളം തിളച്ചു. അപ്പോൾ നമ്മളത് പൊടി അതിലേക്കിട്ട് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ നമ്മൾ വാട്ടിയെടുത്ത് കൗണ്ടർ ടോപ്പ് ക്ലീനാക്കി അതിലേക്ക് കൊട്ടിട്ടോ. നല്ല ചൂടോടെ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ പെട്ടെന്ന് തന്നെ ആവുമല്ലോ. അപ്പോൾ അതൊക്കെ നല്ല ഇതെല്ലാം പാടെ ഒതുങ്ങി കിട്ടാൻ കൈ നല്ല പൊള്ളുന്നുണ്ട്. എന്നാലും പെട്ടെന്ന് ചൂടോടെ തന്നെ കുഴച്ചാൽ പെട്ടെന്ന് ആവുമല്ലോ വിചാരിച്ചിട്ട് പരമാവധി അപ്പം തന്നെ കുഴക്കാൻ നോക്കുകയാണ് കേട്ടോ. വല്ലാതെ പൊള്ളുമ്പോൾ കയ്യിലൊരു തുള്ളി വെള്ളമാക്കും, പിന്നെയും കുഴക്കും. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടി. ഇനി നമുക്ക് പെട്ടെന്നുണ്ട് കുഴച്ചെടുക്കാൻ. അപ്പം നന്നായിട്ട് തന്നെ പൊടി മുറിഞ്ഞു പോവാത്ത തരത്തിൽ നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കുഴച്ചു. എന്നിട്ട് അതിങ്ങനെ നീട്ടി നമ്മൾ ചെറിയ ഉരുളകൾ അതിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. ഒരു ചെറിയൊരു പത്തിരിക്ക് നമ്മൾ ഉരുളാക്കണ പോലെ തന്നെ എടുത്താൽ മതി. അപ്പോൾ അത് ഉരുളൊക്കെ ആക്കി ഞാൻ എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ കാണുന്ന കൂട്ടുകാർ, പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നെഗറ്റീവായാലും പോസിറ്റീവായാലും നമുക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേനും ഞാൻ ഫില്ലിങ്ങിന് വേണ്ട തേങ്ങ ചിരവിയെടുത്തു കേട്ടോ. എന്നിട്ട് ഈ തേങ്ങയിലേക്ക് നമുക്ക് ശർക്കര ആവശ്യത്തിന് ചേർത്ത് കുഴച്ചെടുക്കാം കേട്ടോ. കഴിയുമ്പോൾ നമുക്ക് തീർന്നതിന് അനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ഒന്നിച്ച് ഇട്ടുകൊണ്ട് ബാക്കിയാവുണ്ടല്ലോ. അതേപോലെ ശർക്കര ഒന്നിച്ചിട്ടാൽ മധുരം ബാലൻസ് ആവില്ല. അപ്പോൾ പാകത്തിന് കുറച്ച് ഫില്ലിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇലയൊക്കെ കൗണ്ടർ ടോപ്പിലൂടെ നിരത്തി വെച്ചു. എന്നിട്ട് ഞാൻ ആ ഉരുളെടുത്ത് നമ്മൾ പത്തിരി പ്രസ്സിലാണ് അമർത്തിയത് കേട്ടോ. എന്നാൽ പിന്നെ പെട്ടെന്നുണ്ട്. പ്രസ്സിൽ അമർത്തുക, അതെടുത്ത് ആ ഇലയുടെ നടുക്ക് ഭാഗം നോക്കിയാണ്ട് നേരെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ തേങ്ങ ശർക്കര ഫില്ലിങ് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇത് നമുക്ക് വാഴൻ്റെ ഇലയിൽ ഉള്ളിൽ തേങ്ങ ശർക്കര അതേപോലെ പഴം അവിൽ ഈ മിക്സൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ എനിക്കൊന്നും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഇതാണ്. അതും കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ, ചൂടോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കി വൈകുന്നേരം ചായക്ക് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആ ഇലൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി അതിലേക്ക് ചേർന്നിട്ട്. അപ്പോൾ അത് ഇലയൊക്കെ മടക്കി ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഏത് പാത്രത്തിലായാലും കുഴപ്പമില്ല. ഞാൻ ഇഡ്ഡലി ചെമ്പിൽ നമുക്ക് അതിൽ തന്നെ സ്റ്റീം ചെയ്യുന്നൊരു പാത്രമുണ്ട്, അതിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്തു. ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇലയുടെ കളറ്.
ഇതാണ് ഇതിൻ്റെ പാകം കേട്ടോ. പച്ചപ്പ് മാറി ഈ ഒരു കളറാവുമ്പോൾ എല്ലാം ഈ ഒരു കളറാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിക്കും. ഇനി നമുക്കതിൻ്റെ ഉൾവശം ഒന്ന് നോക്കാം കേട്ടോ. ഇതുണ്ടോ, നല്ല പാകത്തിന് വെന്താൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ അതിന് ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ എടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഒന്ന് മുറിച്ച് നോക്കാം കേട്ടോ. ആ ശർക്കരയും തേങ്ങയൊക്കെ മിക്സായത് ഉരുകി വന്നിട്ടില്ലേ എന്നുള്ളത് കണ്ടില്ലേ. സൂപ്പർ ഇലയുടെ റെഡിയായി.